അമ്മ, ഉമ്മ എന്നൊക്കെ പറയുമ്പോൾ ഒരു വൈകാരിക ഭാവം നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണർന്നു വരുമല്ലേ. നമ്മിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കൾക്ക് അള്ളാഹു പൊറിച്ചു കൊടുക്കട്ടെ, ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ. പക്ഷേ ആ അമ്മ എന്ന പദം ഒരു വേള നമ്മളെ ഇന്ന് വേദനിപ്പിക്കുക കൂടെ ചെയ്യുന്നുണ്ട്. 2-3 ദിവസം മുമ്പ് ചെറിയൊരു കുഞ്ഞിനെ, 2-3 വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിനെ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞതും ഒരമ്മയാണ്. അമ്മ എന്ന പദത്തിന് കളങ്കമേൽപ്പിക്കുന്ന ഒരു പ്രവൃത്തി. അവരുടെ മാനസികമായ അവസ്ഥ എന്താണെന്നൊന്നും നമുക്കറിയില്ല, അതൊക്കെ പോലീസ് അന്വേഷിക്കട്ടെ. പക്ഷെ അമ്മ എന്ന പദത്തിന് ചേർന്നതല്ലാത്തൊരു പ്രവൃത്തി. സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ വേട്ടക്കാരായി മാറുന്ന ഏറ്റവും മോശമായൊരവസ്ഥ നമ്മൾ കണ്ടതല്ലേ. സ്വന്തം പിതാവിന്റെ സഹോദരന്റെ കാമാർത്തിക്ക് വിധേയപ്പെടേണ്ടി വന്ന ആ കുഞ്ഞ്, എന്തറിയാം ആ പൊന്നുമോൾക്ക്, എത്രമാത്രം വേദന അത് സഹിച്ചിട്ടുണ്ടാകും. ക്രൂരമായ പീഡനം നേരിട്ടില്ലേ. സ്വന്തം പിതാവിന്റെ സഹോദരൻ എന്ന് പറയുമ്പോൾ ബാപ്പക്ക് തുല്യം സ്വന്തം ബാപ്പയെ പോലെയുള്ള ആ മനുഷ്യരിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്ന വേദന എത്രയാണ്. കഠിനമായ ശിക്ഷയല്ലേ ഇവനൊക്കെ കൊടുക്കേണ്ടത്? ശരിക്കും കൊന്നുകളയേണ്ടതല്ലേ നിയമം ഇവനെയൊക്കെ? എന്തിനാണ് ഈ ഭൂമിക്ക് മേൽ ഭാരമായി വെച്ചുകൊണ്ടിരിക്കുന്നത്? ഇസ്ലാമിന്റെ നിയമം എത്ര കൃത്യമാണ്. ആ കുഞ്ഞനുഭവിച്ച വേദന എത്രയാണ്. ഇവിടൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. ചെറിയ കൈക്കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നമ്മുടെ വീടുകളിൽ പല കുഞ്ഞുങ്ങളും കണ്ടു വളരുന്നൊരു സാഹചര്യം പാപ്പയുടെയും ഉമ്മയുടെയും വഴക്കാണ്. കുടുംബാണ്, വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഒരിക്കലും കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ വഴക്ക് കൂടരുതേ. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കരുത്. ആ കുഞ്ഞിന്റെ മുമ്പിൽ എപ്പോഴും ശണ്ടയും ഇടിയും അടിയും ഒക്കെ ആണെങ്കിൽ ആ കുട്ടിയുടെ മനസ്സിൽ ഉയർന്നു വരുന്ന ഒരു വിഷയമുണ്ട്, ഒരു രഹസ്യവും. എനിക്ക് നേരിടേണ്ടി വരുന്ന ഒരു പ്രയാസവും ബാപ്പാനോട് പറയാൻ പറ്റൂല, ഉമ്മാനോട് പറയാൻ പറ്റൂല, പറഞ്ഞാൽ അവർ പൊട്ടിത്തെറിക്കും, എന്നെ ക്രൂരമായി വേദനിപ്പിക്കുമെന്ന ചിന്ത ആ കുട്ടിയുടെ മനസ്സിൽ ഇങ്ങനെ വരും. പിന്നെ ഒരു കാര്യവും നിങ്ങളോട് തുറന്നു പറയാത്ത കുഞ്ഞുങ്ങളായി നമ്മുടെ മക്കൾ മാറുന്നുള്ളതാണ്. ഒരിക്കലും കുട്ടികളുടെ മുമ്പിൽ വെച്ച് അകാരണമായി നിങ്ങൾ ദേഷ്യപ്പെടരുത്. നിങ്ങളുടെ ദേഷ്യവും കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ട് നിങ്ങളുടെ ബെഡ്റൂമിൽ അല്ലെങ്കിൽ കുഞ്ഞിന്റെ മുമ്പിൽ നിന്ന് മാറിയിട്ട്, പലപ്പോഴും നിങ്ങളുടെ ഇണക്കങ്ങളെക്കാൾ പിണക്കങ്ങൾ കണ്ട് വളരുന്ന കുട്ടികൾ അതേ മദ്യത്തിന് അടിമയാകുന്നുണ്ട്. ഇതര സ്നേഹം പ്രേമമാണെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്നവന്റെ പിന്നാലെ ഓടിപ്പോകുന്ന അല്ലെങ്കിൽ ഒരു 99% കുട്ടികൾ ഇങ്ങനെ കുടുംബത്തിൽ പ്രശ്നമുള്ളവരാണ്. ചെറിയ കുട്ടികൾ, ലഹരിക്കടിമയായ കുട്ടികളൊക്കെ കൗൺസിലിംഗ് ചെയ്തപ്പോൾ ഉണ്ടായ സംഭവം എന്താ? കുടുംബ പ്രശ്നമാണ് അതിന്റെയൊക്കെ കാരണം. കുടുംബ പ്രശ്നം വലിയൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ ചെറിയ കുഞ്ഞുങ്ങൾ ഇന്നത്തെ കാലഘട്ടം എങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. സൈക്കോളജിസ്റ്റുകൾ കൃത്യമായി ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട്. ഇത്തരം ചില കേസുകൾ കോയമ്പത്തൂർ നമ്മുടെ കൗൺസിലിംഗ് സെന്ററിൽ വന്നിട്ടുണ്ട്. എന്താ സംഭവം? ചെറിയ കുഞ്ഞുങ്ങളെപ്പോലും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു വിഷയമാണ് ഗുഡ് ടച്ചും ബാഡ് ടച്ചും. നല്ല സ്പർശം ഏതാണ്, മോശം സ്പർശം ഏതാണ്? അത് മൂത്താപ്പായാലും കൊച്ചാപ്പായാലും ഏത് വാപ്പായാണെങ്കിലും ആരാണെങ്കിലും ഇന്ന സ്ഥലത്ത് സ്പർശിക്കുന്നവൻ അതാരാണെങ്കിലും അത് വന്ന് ഉമ്മാനോട് പറയണം, വാപ്പാനോട് പറയണം എന്നുള്ളൊരു ബോധ്യം നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വെച്ചു കൊടുക്കണം. അതെല്ലാവരെയും മോശമായിട്ട് കാണുന്നതും അല്ലാട്ടോ, അങ്ങനെയും തെറ്റിദ്ധരിക്കരുത്. എല്ലാവരും മോശമാണെന്നല്ല. പക്ഷേ ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. കാലഘട്ടത്തെ കുറ്റം പറയണ്ട, മനുഷ്യൻ മോശമായതാണ്. അവൻ നഫ്സ് അമ്മാറയുടെ ചതിക്കുഴിയിൽ വീണ് കിടക്കുകയാണ്. നഫ്സ് അമ്മാറയിൽ നിന്ന് ഒന്ന് ഉയർന്നു വരാൻ, മൃഗീയ സ്വഭാവത്തിൽ നിന്ന് ഒന്ന് ഉയരാൻ, അതിൽ നിന്ന് മാറിയൊന്ന് മലക്കിന്റെ സ്വഭാവത്തിലേക്ക് വരാൻ അവന് ശ്രമിക്കുന്നില്ല, അതിന് താല്പര്യമില്ല.